എന്താ അവസ്ഥ? സാധനമായോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സാധനം എടാ അതല്ല മറ്റേ ഇവിടെ ഹരി മാഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പോയ അരി മാഷ് നീ സാധനം ഒഴിക്കും. അതല്ല നിക്ക് അവര് വന്നിട്ട് അടിച്ചാൽ മതി. പിന്നെ വെറുതെ പറയല്ലേ ചായ എന്തത് അങ്ങോട്ട് വന്നേ. അകത്ത് വേറെ സാധനം എടുക്കണ്ട്. അത് മിക്സ് ആവും ഞാൻ അടിച്ചാലേ. എനിക്ക് അടിക്കാൻ എടാ ഇതെന്ത് മയില് പാട്ടാ? നീ ഞാൻ പാട്ട് ഇത് ജോർജ് ചായന്റെ നാട്ടിൽ നിന്നുള്ള. നീ എന്തിനാ വന്നേ? ഞാൻ ഇന്റർവ്യൂ വന്നതാ. ഹലോ നല്ല ചൂടാണ്. കേട്ടോ ഇതെന്നിട്ടത് ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടും. ഒരു കാര്യമുണ്ട്. അരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വേണം ചോദിച്ചിട്ട്. എനിക്ക് ഓക്സിജൻ വേണം. എങ്കിൽ നിങ്ങൾ പോയി മേടിച്ചിട്ട് വരുമോ? ഞങ്ങൾക്ക് ചപ്പക്കടി കിട്ടും പോലീസിന് നിന്ന്. തരിപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കും. പോലീസ് മനോജ് ഞാനും വരാം. ഞാൻ ഡൽഹി കണ്ടിട്ടില്ല, എനിക്ക് കാണണം. ഡാർക്ക് സൈഡ് ഓഫ് ഡൽഹി കാണിച്ചു ഫ്രൈ ചെയ്ത് വെച്ചേക്കാം കേട്ടാ. എന്താണെന്ന് വെജിറ്റേറിയൻ ഇല്ല. ചിക്കൻ വറുത്തോണ്ട് കാണത്തില്ലേ? കണ്ടില്ല ചായ നമ്മള് പോയി ക്ഷമിച്ചു. മുത്താണ് നമ്മള് ബീഫിന്റെ കാര്യം എന്തായി? പിള്ളേര് പോയിട്ടുണ്ട്. എത്തിയാ മതി. അല്ല നിന്റെ കൂടെ മാഷില്ലായിരുന്നോ? മാഷ് ഇപ്പൊ വരും. മാഷ് ചെറിയൊരു വലിയ അടിക്കാൻ ഇപ്പൊ വരും. അല്ല ആയിക്കട്ടെ രവിട്ട, നിങ്ങൾ ഒരുമാതിരി പരിപാടി ആയിപ്പോട്ടാ കാണിച്ച്. നിങ്ങളെന്താ പശുവിനെ മാത്രമേ അഞ്ചുള്ളൂ? മറ്റെന്താ ആട് കോഴി നിങ്ങക്ക് പറ്റിയല്ലേ? എന്ത് നോട്ടിഫിക്കേഷൻ വായിക്കാൻ ഇതുവഴിയെ പോകും. എന്നാ ട്രാഫിക് കണ്ടില്ലേ? ഒരു 5 മിനിറ്റ് വൈകി സാധനം കിട്ടില്ലേ? എന്തിനത് പെട്ടെന്ന് തരാൻ പറ്റില്ല. ഭയങ്കര നല്ല സാധനം. തുടങ്ങല്ല അച്ചായ വെച്ചോ. പരിപാടി തുടങ്ങിയാലോ? കുറച്ച് കുരുമുളക് ഇട്ടിട്ടാണ്ട് വാറ്റിട്ട് കൊണ്ടുവരും. അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരും കോട്ടയം സ്റ്റൈലിൽ അച്ചാറ്. നോക്കിയിട്ട് എനിക്ക് ചിലപ്പോൾ കരിഞ്ഞ കോട്ടയം അതിലേട്ടാ. ഈ ജോർജ് എന്താ ഇവിടെ പരിപാടി? എടാ നീ എന്തെങ്കിലും ആപ്പുമായിട്ട് കണ്ടുപിടി പറഞ്ഞിരിക്കണേ? ഒന്നും ആയിട്ടില്ല. ചെക്കനെന്താ ചുമ്മാ ആപ്പ് കൂടെ മാറ്റി വെച്ചേ. ചുമ്മാ നാളെ ഇന്റർവ്യൂ. അതല്ല ഈ ഒരു സംഭവം വായിച്ചായിരുന്നല്ലോ മറ്റേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയല്ലേ മറ്റേ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയെന്ന് പറഞ്ഞൊരു സംഭവം. ഇല്ല നമ്മള് വെറുതെ പോയി പാഴ്സൽ വാങ്ങിച്ചു കേട്ടാ.
നിങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ടുവരാനില്ല. ഞങ്ങളുടെ പൈസ പോയി പോലീസുകാർ പിടിച്ച് ഞങ്ങളെ എവിടെയെങ്കിലും എങ്ങനെയാണ് അയാൾ കൊണ്ടുവരാ? അയാൾ റെഡ് മീറ്റ് കഴിക്കില്ല, അയാൾ വൈറ്റ് മീറ്റിന്റെ ആളാണ്. പുള്ളി മറ്റേ പ്രാവ്, ഉടുമ്പ്, ആട് അല്ലല്ല ആടോ ആടല്ല ആട്, നാൽക്കാലി ആട് ഇല്ലത്ത് വരില്ല. ആടല്ല നീ കുറച്ച് ഓക്സിജൻ കഴിച്ചേ വേണ്ടെങ്കിൽ വേണ്ട. ഓളാ പൊളിച്ചുടാ ബേട്ടാ കുറച്ച് ഉള്ളിക്കറി കണ്ണും കുട്ടികളോട് തട്ടിക്കോ. മയിരേ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞാണ് ഈ തൊലി ഇവിടെ തൊലിക്കാൻ പാടില്ല. അന്ന് ഇങ്ങനെ ബീഫ് കഴിക്കില്ല. എപ്പം വെള്ളം അടിച്ചാലും എനിക്ക് തൊലിന്റെ സ്വഭാവമുള്ളതാ. മനസ്സിലായോ നിനക്ക്? തനിക്ക് കഴിക്കാൻ ഞാൻ തരാം, ഞാൻ കത്തിച്ചോളൂ, ഞാൻ തരാം. താൻ മര്യാദക്ക് ലോജിക്കലായിട്ട് പറ, തനിക്ക് എന്താ കഴിക്കാൻ പറ്റില്ലാത്തത് പറയടോ, കേക്കട്ടെ. ഒരുമാതിരി എടോ ബീഫ് നല്ല കിടിലൻ ടേസ്റ്റ് അല്ലേ? ചാ, പിന്നെ അല്ല. ഇതേ തരാം ആശേ. ഒരു 2 പാഴ്ത്തടി വെച്ചിട്ടേ അതിന്റെ മുകളിൽ ഒരു കോലം വെച്ച് കത്തിച്ചാല് അച്ചായന്മാര് സഹിക്കൂ. പാഴ്ത്തടി എവിടെ? ഇത് എടാ പാഴ്ത്തടി, 2 പാഴ്ത്തടിയാണ് ഹോളി ക്രോസ്. പാൽത്തടി ആരെങ്കിലും തിന്നു. നീ ഇത് പിന്നാറ്റിരുന്നു. അതെ അതെ, ഈ ഇതിന്റെ മുന്നേ നബീന്റെ പടം വരച്ചിട്ടേ അത് ഒരു മാഷ കൈവെട്ടിയത് ഓർക്കണ്ടല്ലോ ഇടുക്കിയില്. ഇടുക്കിയില് ഇങ്ങനെ എഴുതി ഒരു മാഷ എഴുതി എഴുതി നീ തൊലിലെടുത്ത്. അതെ, ഒക്കെ വിട്ടോ, ഇതൊക്കെ വിട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതല് ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതല് ആര്യൻസ് മുതല് ഇവിടെ ഉള്ള ഒരു കൾച്ചറാണത്, ഒരു കസ്റ്റമാണത്. പശു എന്ന് ഹോളിയാണ്, അത് വിട്ടേക്ക്. നിങ്ങൾ എന്തിനാ വെറുതെ തൊലിക്കാൻ നിൽക്കുന്നതല്ലേ? ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ നിങ്ങളൊക്കെ മറ്റേ ബേസിക് എന്ന് പറഞ്ഞ വേദങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ, വേദത്തിൽ പറഞ്ഞത് എന്താ? ധർമ്മോഹി ഭഗവാൻ വൃഷഹ എന്നാ പറഞ്ഞത്. എന്താ അത്? എന്നും പശു ഹോളിയാണ് ഇവിടെ. അത് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിനക്ക് ആ ശ്ലോകത്തിന്റെ അർത്ഥം അറിയോ? നിനക്ക് നീ വെറുതെ തൊലിക്കാൻ നിൽക്കല്ലേ കേട്ടോ. അർത്ഥം മനസ്സിലാക്കി. അത് നീ തോറ്റാണെന്ന് നിന്നെ കണ്ടറിയാം. ധർമ്മോഹി ഭഗവാൻ വൃഷഹ. അതൊക്കെ വിട്. റെഡി. ഇന്ത്യ ഒരു മതേതര രാജ്യല്ലേ? നീ ഇങ്ങനെ ശ്ലോകങ്ങളും ഇതൊക്കെ പറയുന്ന ഹിന്ദുക്കളുടെ അല്ലേ? ബാക്കിയുള്ള മതസ്ഥർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അന്നേരം അവരുടെ ഭക്ഷണ ചോദ്യം നോക്കണം നോക്കണം നോക്കണം. വളരെ ന്യായമായ ചോദ്യമാണ്. ഞാനും തന്നെ പറയുന്നത്. ഇവിടെ എന്നും ഹർഷഭാരത സംസ്കാരം വെച്ചിട്ട് എന്നും ഇങ്ങോട്ട് വന്ന ആൾക്കാരെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. എന്നും സ്വീകരിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടുത്തെ കൾച്ചറിൽ വന്നിട്ടുണ്ട്. അതൊരാൾ മനസ്സിലാക്കണം. ഇവിടെ വന്ന ആരും മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ട് ഒരാളെ തലേ കയറി ഇരിക്കുക, ഇവിടെ ഉള്ള ആൾക്കാരെ തലേ കയറി ഇരിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്ക്. താവാം, ഭൂമിയോളം താവാം. ഇനി അങ്ങോട്ട് താവാനൊന്നും പറ്റില്ല. പിന്നെ കാണും. അച്ചായന് ബീഫ് കഴിക്കാൻ പോയി പാകിസ്ഥാനിൽ പോയി കഴിക്കും. എന്താ പാകിസ്ഥാനിൽ പോയി കഴിച്ച ഞാൻ കേട്ട ന്യൂസ് ആണേ, ഞാൻ വായിക്കാം. ബഹ്റൈനിൽ പോർക്ക് ബാൻ ചെയ്തുള്ള പ്രപ്പോസൽ അവിടുത്തെ ഗവൺമെന്റ് റിജക്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നോൺ മുസ്ലിംസിന്റെ വിശ്വാസത്തിനെതിരെ ആവുമല്ലോ എന്ന് പറഞ്ഞാണ് അവര് റിജക്ട് ചെയ്തത്. എന്താ പ്രശ്നം? എന്താ? പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നതോ? അല്ല അല്ല അല്ല, ഇതിലൊരു ബേസിക് കാര്യമുണ്ട്. പക്ഷെ ഈ പശു എന്ന് പറയുന്നത് ഹോളിയാണ്, പന്നി ഹറാമാണ്. എന്തുകൊണ്ട് പശു? ഹോളിയും ഹറാമും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നീ കഴിക്കുന്ന ഭക്ഷണവും വിസർജിക്കുന്ന മലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്ക്. ഈ പറഞ്ഞ ഗോതം, ഈ പറഞ്ഞ പശുവൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഒരു 10-200 വളരെ 882 ഗോ രക്ഷാസമിതി അവിടെയാണ് നിങ്ങളുടെ ഹിസ്റ്റോറി. കേക്ക് 882 എന്തുകൊണ്ടാ 880 ആദ്യത്തെ സ്ലോട്ടർ ഹൗസ് എവിടെ? റോബർട്ട് ക്ലൈവ് ആദ്യത്തെ സ്ലോട്ടർ ഹൗസ് കൊൽക്കത്തയിൽ തുടങ്ങിയതിന് ശേഷം അല്ലേ? അല്ലേ? നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. പശു കൊല്ലാത്തല്ല. അല്ല, കൊല്ലാത്തല്ല. നിങ്ങൾ ഈ പറയുന്ന ഈ ബേസിക്കലി ആദ്യത്തെ പാർലമെന്റ് അറ്റാക്ക് എന്താ അറിയോ? കാരണം അതാണോ? ഈ പശുവൊക്കെ ഓളിക്കാവുന്ന കേൾക്കും. ഈ പറഞ്ഞ നിങ്ങളുടെ പറഞ്ഞ സംസ്കാരത്തിന്റെയും സാധനത്തിന്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള ആ വേദങ്ങളുടെ ഒക്കെ പാക്ക് ആൻഡ് പാർസലാണ് മൃഗബലി. അന്നൊന്നും പശു ഓളി ആയിരുന്നില്ല.
നിങ്ങൾ ഈ ഹിസ്റ്റോറിയൻസ് ആവശ്യമില്ല. അശ്വമേധം എന്നൊക്കെ പറഞ്ഞ എന്താണ് 500-600 മൃഗങ്ങളെയൊക്കെ കാർത്തി കൂട്ടി അങ്ങനെ വെട്ടാണ്. പിന്നെ ക്ലൈമാക്സ് എന്നറിയോ? ക്ലൈമാക്സിൽ 21 പശുക്കളെ നിരത്തി വെട്ടിട്ട് കൊന്നിട്ട് ബ്രാഹ്മണന്മാർക്ക് വെച്ച് വിളമ്പാണ്. കഴിക്കാത്ത ബ്രാഹ്മണ പണ്ടത്തെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിവേദിച്ച മാംസം അത് കഴിക്കാത്ത ബ്രാഹ്മണന്മാർ 21 ജന്മം. എടോ ബ്രാഹ്മണന്മാര് ഈ നോൺ വെജ് കഴിക്കില്ല എന്നുള്ള ബേസിക് തത്വം ആദ്യം മനസ്സിലാക്കടോ. താൻ വെറുതെ ഓരോ കാര്യം പറയും. താനൊരു ഹിസ്റ്റോറിയനാണ്. നീ താങ്കളെ മാഷേന്ന് വിളിച്ചത് അതുകൊണ്ട് തിരുത്തി വിളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ജോർജ് വരെ പറയണു. വെസ്റ്റ് ബംഗാളില് ബ്രാഹ്മണന്മാർക്ക് മീൻ എന്ന് പറയുന്നത് മാംസാഹാരം. എടോ പണ്ട് മീൻ കഴിക്കാത്ത ഒരൊറ്റ ബ്രാഹ്മണൻ പോലും വെസ്റ്റ് ബംഗാളിൽ ഇല്ല. എന്താ കാരണം എന്താ? ഇതൊക്കെ വെസ്റ്റേണൈസേഷന്റെ ഭാഗമാണ്, കൊളോണൈസേഷന്റെ ഭാഗമാണ്. കൊൽക്കത്ത പണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്ന ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. അവിടെ കൊളോണൈസേഷന്റെ ഭാഗമായിട്ട് വരുത്തിയ ഒരു കാര്യമാണത്. എന്നൊക്കെ ഒരു ബേസിക് കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഇത്ര ഹോളി ആയിട്ടിരിക്കുന്നത്? മൈനോറിറ്റി സൗത്ത് ഇന്ത്യയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഷേ, എന്താണ് സൗത്ത് ഇന്ത്യയിലൊക്കെ മൃഗബലി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കണ്ടത്. എന്റെ കുട്ടിക്കാലത്ത് ഈ ജോർജ് ഇരിക്കുകയാണ്. ജോർജ് കണ്ണൂരിൽ നിന്നാണ്. ചോദിച്ചു നോക്ക്, ഇപ്പോഴും ഉണ്ട്. മൃഗബലിയല്ല, കോഴി ബലിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് പശുവിനെയും ആടെയാണ്. ഈ പറഞ്ഞ ഈ മഹാഭാരതത്തിലൊക്കെ പോട്ടെ, വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ സീത ഒരു മാനിനെ ഇഷ്ടപ്പെട്ടു. കളിക്കാൻ വേണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. അതെ, അതല്ലോ ആണ്. ആ മാനെ പിടിച്ചതെന്ന് വെച്ച് രാമൻ പോയത് അമ്പ ചെയ്യാൻ വേണ്ടിട്ടാണ്. എടോ അന്ന് വേറൊരു ഒരു മാനിനെ ഓടിത്തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് പറ്റൂല. അതാണെന്ന് മനസ്സിലാക്കടോ. പണ്ടത്തെ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യം വളച്ചൊടിച്ച് വെറുതെ ഓരോന്ന് പറയാന്ന് പറഞ്ഞാ ഇതിനെനിക്ക് ഉത്തരം പറയാനില്ല. നമ്മള് പറഞ്ഞാ വളച്ചൊടിക്കല്. താൻ ഇതിനൊരു ഉത്തരം പറ. എന്തിന്? താൻ നിങ്ങൾ പശുവിന്റെ കാര്യം പറഞ്ഞു നിയമം കയ്യിലെടുക്കുന്ന എന്തിനാ? ഞാൻ കാര്യം ചോദിക്കട്ടെ, എവിടെ ആരാ പശുവിന്റെ കാര്യം പറഞ്ഞ നിയമം ഈ സീ വിട്ടോ? അച്ചാരിയിലാണ് പറഞ്ഞത്. അവരെന്തോ പറഞ്ഞു, വായി തോന്നിയ കാര്യം വിളിച്ചോ. ചർച്ച ചെയ്തോ, നിങ്ങൾ ചർച്ച ചെയ്തോ. എനിക്ക് താല്പര്യമില്ല. ചർച്ച ചെയ്തോ, ചർച്ച ചെയ്തോന്നേ. ബീഫ് കഴിക്കണ്ട, ചിക്കൻ കഴിക്കേ. ഒന്നും കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട. ഇവിടെ ഒന്നും കഴിക്കണ്ട. കഴിഞ്ഞ വർഷം കൂടെ ബീഫ് കഴിച്ച മനുഷ്യനല്ലേ? അതെ, ഞാൻ അങ്ങനെ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എനിക്ക് വിവരം ഉണ്ടായിരുന്നില്ല. വായിച്ച് മനസ്സിലാക്കിയപ്പോ വിവരമുണ്ട്. അത് മനസ്സിലായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് വിവരമില്ല. എന്റെ രവി ഇരിക്കേ, നമുക്ക് വേണ്ട എനിക്കിപ്പോ സംസാരിക്കണ്ട. ചർച്ച ചെയ്യല്ലേ? ആ ചർച്ച ചെയ്യാണ്. ആവശ്യമുള്ള പോയിന്റ് ചർച്ച ചെയ്യാവുള്ളൂ. ഒരുമാതിരി മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഇവിടുത്തെ സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ ഏർപ്പെടാൻ ഇതൊരു താല്പര്യം. രവി, നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മുടെ സംസ്കാരത്തെ സംസാരിച്ചെന്താ? ഇവിടുത്തെ സംസ്കാരത്തിൽ തന്നെ തൊട്ട് കളിക്കുന്നത്. കണ്ട അച്ചായന്മാരും ഇവരെന്ന് പറയുന്ന കാര്യങ്ങള് ഏറ്റെടുത്തിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം. വേണ്ട, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, ഞാൻ ഇടപെടുന്നില്ല. എന്താ ഈ പറഞ്ഞ രവി നിങ്ങള് രവി അടുത്ത വർഷം വീണ്ടും ബീഫ് കഴിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും വരും. ആരൊന്നും കാര്യട്ടോ. എന്താ ഈ പറഞ്ഞ രവി? രവി അങ്ങനെ പോയി രവി പോയി ചുമ്മാ. എന്താണല്ല രവി എങ്കിൽ രവി പോയ സ്ഥിതിക്ക് ഞാൻ ഒരു രവി പോയിക്കാം. രവിക്ക് വേണ്ടി കഴിച്ചു തുടങ്ങി. പട്ടി
സ്വീകരണങ്ങളെ भैया हम बीफ नहीं खाया हम पोते आया പക്ഷെ പോത്തിന് എന്താ ഹിന്ദി പറയാ നീ അതങ്ങോട്ട് തുറന്നേ ഇമാരെ എന്നാ വളർത്തുന്നതെന്നൊന്നും അറിയണോ പിന്നെ അടിപൊളി യോഗിയുടെ പോലീസാ അത് ഇവന്മാരെ അപ്പൊ തല്ലിക്കൊല്ലുള്ളൂ അവന്മാരെ അപ്പൊ വെട്ടിക്കൊല്ലും